ഭാഗത്ത് പെയ്ത ശക്തമായ മഴയിൽ ഷൊർണൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളിൽ വെള്ളം കയറിയതിൽ ലക്ഷങ്ങളുടെ നഷ്ടം. കമ്പനിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ. കഴിഞ്ഞ ദിവസം ഷൊർണൂർ ഭാഗത്ത് പെയ്ത ശക്തമായ മഴയിൽ ഷൊർണൂർ സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചില കമ്പനികളിൽ വെള്ളം കയറിയതിൽ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമകൾ വ്യക്തമാക്കി. മഴവെള്ളം കുത്തിയൊലിച്ച് എത്തിയതിനാൽ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഇൻഡസ്ട്രിയൽ കമ്പനിയിലെ ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. കമ്പനിയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിലും ഇടിഞ്ഞു വീണിരുന്നു. സംഭവത്തിൽ സ്ഥാപന ഉടമയായ പെരുമ്പാവൂർ സ്വദേശി പ്രഹ്ലാദൻ മതിലിന്റെ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ എത്തി സമ്മർദ്ദം ചെലുത്തിയതായി സ്ഥാപന ഉടമ വ്യക്തമാക്കി. വിഷയത്തിൽ കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റി ഇടപെട്ട നഗരസഭയ്ക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയതായി സംഘടനാ മുൻ പ്രസിഡന്റ് TV മമ്മു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് M പ്രഹ്ലാദൻ, സെക്രട്ടറി PG ജയേഷ്, ട്രഷറർ PK ജയകൃഷ്ണൻ, P സുരേഷ്, E ചന്ദ്രൻ, K ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത മഴയുടെ ഭാഗമായി ഷൊർണൂർ കുളപ്പുള്ളി മാത്രം പെയ്ത മഴയുടെ ഭാഗമായി ശ്രീചിത്ര ഇതിന്റെ കമ്പനിയിലേക്ക് മറ്റുള്ള സ്ഥാപനത്തിൽ മുഴുവനും വെള്ളം ഒഴുകി വന്ന് ഭാരം താങ്ങാനാവാതെ തൊട്ടടുത്ത മതില് വീഴുകയും ഈ കമ്പനിയിൽ തന്നെ ഏകദേശം 1 മീറ്റർ വെള്ളം പൊങ്ങുകയും ഒരുപാട് മിഷനറികളും മറ്റും വെള്ളത്തിൽ മുങ്ങി ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പരാതികൾ പോയിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഇത് എത്രയും പെട്ടെന്ന് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി ഒരു പരിഹാരം ഉണ്ടാവേണ്ടതാണ്.